കേരള സ്റ്റോറിയുടെ പാർട്ട് 2 ട്രെയിലറിന്റെ ചർച്ചയാണല്ലോ ഇപ്പൊ മൊത്തം. പാർട്ട് 1 തന്നെ ഒരു തൊലിഞ്ഞ പടാണ്. 100% ഞാൻ യോജിക്കുന്നു. ട്രെയിലറിൽ എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയത് ഈ ബീഫ് കുത്തിക്കയറ്റുന്ന സീനാണ്. പിന്നെ ഇവിടെ നമുക്ക് തന്നെ ഇവിടെ ബീഫ് തികയുന്നില്ല. അപ്പോഴാണ് വേണ്ടാത്ത ഒരാൾക്ക് നമ്മൾ കുത്തിക്കയറ്റി കൊടുക്കണത്. പക്ഷെ അങ്ങനെ ബീഫ് മാത്രമായിട്ട് വെച്ചത് മോശമായി പോയി. ഒരു കഷ്ണം പൊറോട്ട ഇങ്ങനെ എടുത്ത് അതിലൊരു കഷ്ണം ബീഫ് ഇങ്ങനെ എടുത്തിട്ട് ചാറിൽ മുക്കിയിട്ട് കൊടുക്കണമായിരുന്നു. എന്നാലല്ലേ അതിന്റെ ഒരു ബ്യൂട്ടി മനസ്സിലാവും. ഇപ്പൊ കേരള സ്റ്റോറി നടന്നിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, അത് നടന്നിട്ടുണ്ട്. പക്ഷെ അത് കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഒരു നാടിനെ മൊത്തത്തിൽ താറടിച്ച് കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് മോശം. ഇനി അതിന് പാർട്ട് 2 ഇറക്കിയത് വളരെ മോശം. പിന്നെ ഇനി പടത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കറിയാം എന്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. ഇവന്മാരുടെ പ്രൊപ്പഗണ്ട എന്താണെന്നും നമുക്കറിയാം. അവര് പടം എടുക്കും, റിലീസും ചെയ്യും, വേണമെങ്കിൽ നാഷണൽ അവാർഡും കിട്ടും. കേരളത്തിൽ അത് ഹിറ്റായോ ഇല്ലോ എന്നുള്ളതൊന്നും അവരുടെ വിഷയമല്ല. കാരണം ഈ പടം എടുത്തേക്കുന്നത് ഒരു പ്രത്യേക തരം ടാർഗറ്റഡ് ഓഡിയൻസിന് വേണ്ടി മാത്രമാണ്. സത്യാവസ്ഥ എന്താന്ന് വെച്ചാൽ ഈ ടാർഗറ്റഡ് ഓഡിയൻസ് മാത്രം കണ്ടാൽ മതി ഈ പടം ലാഭത്തിലാവണമെങ്കിൽ. പിന്നെ ഈ ബീഫ് കഴിക്കരുത്, അമ്മയാണ് തേങ്ങയാണ് എന്നൊക്കെ പറയുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. നിങ്ങൾക്ക് പശുവിനെ കഴിക്കണ്ട, പൊന്നു സുഹൃത്തെ, നിങ്ങൾ കഴിക്കണ്ട. നിങ്ങൾക്ക് പശു ദേവനാണ്, ആയിക്കോട്ടെ, ദേവനാണ്. നിങ്ങൾ തൊഴുകയോ പ്രാർത്ഥിക്കുകയോ എന്ത് വേണേലും ചെയ്തോളൂ, നിങ്ങൾക്കല്ലേ കുഴപ്പം. മറ്റൊരാൾ കഴിക്കണ്ട എന്ന് പറയുന്നതിന്റെ അന്തസ്സത്തെ എന്താ? അതായത് ഇപ്പൊ നിങ്ങളുടെ സഹോദരിയെ നിങ്ങൾ സഹോദരിയായിട്ട് കണ്ടോളൂ. നിങ്ങൾ ഇതേ അഭിപ്രായം തന്നെ നിങ്ങളുടെ അളിയനോട് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും?